വെറുതെ കെട്ടുകഥയായതുകൊണ്ട് വെറുതെ ഓരോന്ന് പറയുന്നത് കൊണ്ടല്ലേ അത്. നിങ്ങൾ കാണുന്നതല്ലേ എൻ്റെ കൂടെ എല്ലാ കൗൺസിലേഴ്സും നിൽക്കുന്നത്. അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർ സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതേക്കാളും കൂടുതൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? രാവിലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി R. ശ്രീലേഖ പ്രചാരണ പരിപാടികളിലാണ്. പള്ളിയിലും ക്ഷേത്രത്തിലുമൊക്കെ രാവിലെ സന്ദർശനം നടത്തി വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ പള്ളിയിലും ക്ഷേത്രത്തിലുമൊക്കെ സന്ദർശനം നടത്തി വീടുകളിൽ ചെല്ലുന്നു. അതുപോലെ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരുന്നു. വികസിത വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതുകൂടിയാണ്. തീർച്ചയായിട്ടും അതെ. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. അപ്പോൾ അത് ശരിക്കും നിർഭാഗ്യം ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സുരക്ഷ സ്ത്രീകൾക്ക് വരികയും വേണം, അവർക്കൊരു ശക്തി വരികയും വേണം സ്വയം പ്രതിരോധം ചെയ്ത് നിൽക്കാൻ. സംസ്ഥാനം അങ്ങനെ സ്ത്രീ സുരക്ഷയിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി അതിനെ വിലയിരുത്താൻ കഴിയും. ഒരുപാട് കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ആ കവടിയാറ് കനകക്കുന്ന് വെള്ളയമ്പലം ഏരിയയിൽ രാവിലെ എണീറ്റ് സ്ത്രീകൾ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാം. മ്യൂസിയത്തൊക്കെ മുമ്പ് അതെ, അത് ഡോക്ടർമാർക്കും വളരെ സീനിയർ ആയിട്ടുള്ള റാങ്കുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെയധികം ദുരനുഭവം എനിക്കും പണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് ഹാൻഡിൽ ചെയ്തു, കുഴപ്പമില്ല. റെഗുലറായിട്ട് നടക്കാൻ പോകുന്നൊരു സ്ഥലമായിരുന്നു അത്. പിന്നെ ഇപ്പോൾ യോഗയൊക്കെ തുടങ്ങിയപ്പോൾ അത് നിന്നു കോവിഡിന് ശേഷം. ഔദ്യോഗിക പദവിയിൽ ഇരുന്ന കാലത്ത് ആണ് രാവിലെ നമ്മളൊരു ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കാൻ പോകുമ്പോഴേ ആരും തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അത് പലരും ഇങ്ങനെ ഇനി അത് ഉണ്ടാകാൻ പാടില്ല. അതേസമയം സാധാരണക്കാരായ സ്ത്രീകൾക്കാകുമ്പോൾ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ധാരണയിൽ കുറച്ച് ഇല്ല, ഇനിയിപ്പോൾ ഉണ്ടാവില്ല. കാരണം ഞാൻ അവിടെ ഒരു MLA ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് പോലീസിൻ്റെ ആ ഒരു പവറും കൂടെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ താങ്ങായി, കരുതലായി, തണലായി, കരുത്തായി എനിക്ക് നിൽക്കാൻ സാധിക്കും. അപ്പോൾ അത് അവർക്കൊരു ധൈര്യം എന്തായാലും ഉണ്ടാക്കും. വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് തന്നെ പറയുന്നത് സ്ത്രീ സുരക്ഷയായിരിക്കും അല്ലേ? ഒരു പ്രധാന വികസനമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് ജനങ്ങളുടെ വികസനം, നാടിൻ്റെ വികസനം, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ വികസനം എന്നുള്ളത് ഒരു വലിയ ഒരു അജണ്ടയാണ്. സുരക്ഷ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇതുപോലെ എല്ലാ അനുഗ്രഹവും വേണമല്ലോ, ദൈവങ്ങളുടെ ഒരു ഐശ്വര്യമായിട്ട് ഒരു കടാക്ഷം, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം. ഈ പ്രചരണത്തെ ഏതെങ്കിലും നിലയിൽ ഈ ആരോപണങ്ങൾ ബാധിക്കുന്നുണ്ടോ? അതെയോ വളരെ സജീവമായി തന്നെ അത്തരം കാര്യങ്ങളൊന്നും ബാധിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണോ ഉദ്ദേശം? എന്ത് ആരോപണം? എനിക്ക് ഒരാരോപണവും ഇല്ല. ആരോപണവും വിവാദങ്ങളും ഒന്നും അലട്ടുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ. മാഡം ഇന്നലെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞിരുന്നു മാഡത്തിന് വേണ്ടി എല്ലാ BJP കൗൺസിലർമാരും പ്രവർത്തിക്കുന്നുണ്ട്, ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്നുള്ളത്. മാത്രമല്ല പേരുകളുണ്ടെങ്കിൽ പുറത്തുവിടാൻ, ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പുറത്തുവിടാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതില്ലാത്തതുകൊണ്ടല്ലേ, വെറുതെ കെട്ടുകഥയായതുകൊണ്ട് വെറുതെ ഓരോന്ന് പറയുന്നത് കൊണ്ടല്ലേ അത്. നിങ്ങൾ കാണുന്നതല്ലേ എൻ്റെ കൂടെ എല്ലാ കൗൺസിലേഴ്സും നിൽക്കുന്നത്. അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർ സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതേക്കാളും കൂടുതൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ഇത്രയും ആത്മാർത്ഥത എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ ഇത്രയും ഒരു സപ്പോർട്ട് ശരിക്കും എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. എന്നെ ഇങ്ങനെ കൊണ്ട് നടന്ന് എല്ലായിടത്തും കൊണ്ടുപോയി. ഭയങ്കര വലിയ ഒരു കാര്യമാണ്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും. ഒരുപാട് നന്ദി. പൂർണ്ണസമയം എല്ലാവരും കൂടെ ഉണ്ടല്ലേ? പൂർണ്ണ സമയം. താങ്ക് യു. രാവിലെ മുതൽക്ക് തന്നെ പ്രചാരണത്തിൽ വളരെ സജീവമാണ് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R. ശ്രീലേഖ. ഒപ്പം തന്നെ വികസിത വട്ടിയൂർക്കാവ് എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്ന ഡീൽ ആരോപണം, ആ ആരോപണത്തിൽ ഒരു കെട്ടുകഥയാണ് മറ്റ് സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ഈ ദിവസങ്ങളിൽ അവർ ആരോപണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.